വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പുതിയ അഡ്വൈസറി ആണ് ചർച്ച ചെയ്യുന്നത്. അതായത് GST പോർട്ടലിൽ വന്ന മാറ്റം, എൻഹാൻസ്മെന്റ് ഇൻ ദി GST പോർട്ടൽ. ഏപ്രിൽ 26-ാം തീയതി ഒരു അഡ്വൈസറി നമ്മുടെ സൈറ്റിൽ വരികയുണ്ടായി. അതായത് 3/5/2024 മുതൽ GST പോർട്ടലിൽ വന്ന മാറ്റങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അഡ്വൈസറിയാണ് നമ്മളുടെ GST പോർട്ടലിൽ വന്നത്. അപ്പൊ നമുക്ക് എന്താണ് പോർട്ടലിൽ ഇതിനകത്ത് മെയിനായിട്ട് 3 എൻഹാൻസ്മെന്റ് പറയുന്നുണ്ട്. കീ എൻഹാൻസ്മെന്റ് ഇൻക്ലൂഡ് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് പറയുന്നുണ്ട്, ഇന്റർഫേസ് ഇംപ്രൂവ്മെന്റ് പറയുന്നുണ്ട്, അപ്ഡേറ്റഡ് വെബ്സൈറ്റ് പോളിസി, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓൾഡ് പോർട്ടൽ എങ്ങനെയാണ്, ന്യൂ പോർട്ടൽ എങ്ങനെയാണ് എന്നിവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഓൾഡ് പോർട്ടലിൽ ഇവിടെ ലോഗിൻ ആയിരുന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ രജിസ്റ്ററും ലോഗിനും ഉണ്ട്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് എന്നാണെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സെയിൽസ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്നുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ഓരോ എൻഹാൻസ്മെന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സും നമുക്ക് ഡ്യൂ ഡേറ്റ്സിലും ഒക്കെ മാറ്റങ്ങൾ അതിനകത്ത് പോർട്ടലിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ പുതിയ പോർട്ടൽ. അപ്പൊ ഇവിടെ രജിസ്റ്റർ എന്ന് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് താഴെ ആയിരുന്നു, ഈ ഹോം പേജിന്റെ താഴെയായിട്ടായിരുന്നു നമുക്ക് രജിസ്റ്റർ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ രജിസ്റ്ററും ഉണ്ട്, ലോഗിനും ഉണ്ട്. അതുപോലെ പിന്നെ വന്നിട്ടുള്ളത് ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് മാത്രമായിരുന്നു. ഇപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഹോം സർവീസ്, GST ലാ, ഡൗൺലോഡ്സ്, സെർച്ച്, ടാക്സ് പെയർ, ഹെൽപ്പ്, ഇൻവോയ്സ്. അതുപോലെ ഇവിടെ ഒരു ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പുതിയ മാറ്റത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ GST മീഡിയ എന്ന് പറഞ്ഞ് നമുക്ക് വീഡിയോ മുഖാന്തരം നമുക്ക് ഓരോ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്ന, ഇപ്പോൾ യൂട്ടിലൈസ് ക്യാഷ്, ITC പേയ്മെന്റ് ഓഫ് ഡിമാൻഡ്, വാച്ച് വീഡിയോ, ഹൗ ടു വാലിഡേറ്റ് ഡിജിറ്റൽ സിഗ്നേച്ചർ, അതിന്റെയൊക്കെ ഒരു വീഡിയോ പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അപ്കമിങ് ഡ്യൂ ഡേറ്റ്സ്, ആദ്യം അത് ഒരുമിച്ചായിരുന്നു ഡിസ്പ്ലേ ചെയ്തിരുന്നത്. ഇപ്പൊ മന്ത്ലി എന്തൊക്കെ ഡ്യൂ ഡേറ്റ്സ് ആണ്, ക്വാർട്ടർലി എന്തൊക്കെ ഡ്യൂ ഡേറ്റ്സ് ആണ്, മറ്റു ഡ്യൂ ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായി തരംതിരിച്ച് കൊടുത്തിട്ടുള്ളത് നമുക്കേറെ സഹായകരമാണ്. അപ്പൊ ഈ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സിൽ നമുക്ക് ആദ്യം പഴയ അഡ്വൈസറികളൊക്കെ നോക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ആ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സിൽ വന്ന മാറ്റം എന്താണെന്ന് നോക്കാം. അതായത് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സിൽ നമുക്കിപ്പോ ഏത് സെഗ്മെന്റിനെ കുറിച്ചാണ്, എന്താണോ അറിയേണ്ടത്, റിട്ടേൺസിനെ കുറിച്ചാണോ, രജിസ്ട്രേഷനെ കുറിച്ചാണോ, റീഫണ്ട്സിനെ കുറിച്ചാണോ, പേയ്മെന്റ്സിനെ കുറിച്ചാണോ, ഈ ഇൻവോയ്സിനെ കുറിച്ചാണോ, മറ്റെന്തിനെ കുറിച്ചാണോ നമ്മളുടെ അഡ്വൈസറി നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമുക്ക് ചെക്ക് ചെയ്യേണ്ട അഡ്വൈസറി ഏതാണോ അവിടെ നമുക്ക് ഈ പീരിയഡ് മാസം കൊടുത്താൽ നമുക്ക് അത് മാത്രമായിട്ട്, ഇപ്പൊ സപ്പോസ് രജിസ്ട്രേഷൻ അതിനെക്കുറിച്ചുള്ള അഡ്വൈസറി, ഇപ്പൊ എനിക്ക് ജനുവരി മാസം വന്ന രജിസ്ട്രേഷനെ കുറിച്ചാണ് അറിയേണ്ടത്. അപ്പൊ തുടക്കം മുതൽ അതിനകത്ത് രജിസ്ട്രേഷൻ്റെ അത് വരും. പിന്നെ റിട്ടേൺസിനെ കുറിച്ചുള്ളതാണോ നമുക്ക് അറിയേണ്ടത്, ഇപ്പൊ ഓഗസ്റ്റ് മാസം റിട്ടേണിനെ കുറിച്ചാണ് ഉള്ളത് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ആ മാസത്തിൽ ഒന്നുമില്ല. ഇപ്പൊ ഫെബ്രുവരി മാസത്തിലുണ്ടെങ്കിൽ അത് വരും. ഏത് മാസത്തിലാണോ നമുക്ക് ഇത് അറിയാനുള്ളത്, പേയ്മെന്റ്സിനെ കുറിച്ചാണോ, അപ്പൊ ആ പേയ്മെന്റ്സ് നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്യുന്നതാണ് നമുക്ക് ജാനുവരിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് സെഗ്മെന്റ് ആണോ അറിയേണ്ടത് അതിന്റെ സെഗ്മെന്റ് ആ മാസവും കൊടുത്താൽ നമുക്ക് ഇവിടെ ആ പെർട്ടിക്കുലർ അഡ്വൈസറി ഡിസ്പ്ലേ ആകും. പിന്നെ ഇവിടെ വ്യൂ അർച്ചീവ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഇയർ വൈസ് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഫിൽട്ടർ ചെയ്യാം. രജിസ്ട്രേഷൻ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മളിപ്പം ഇയർ കൊടുക്കുവാണ്, ഡിസംബർ കൊടുക്കുവാണ്. അപ്പൊ ആ ഡിസംബറിൽ രജിസ്ട്രേഷനെ കുറിച്ച് ഉള്ള ഡീറ്റെയിൽ വരും. ഇപ്പം നമ്മൾ റിട്ടേൺസ് കൊടുക്കുവാണ്, അത് 2022 നമുക്കിപ്പോ സെപ്റ്റംബറിൽ എന്താണോ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്, അപ്പൊ 2022 സെപ്റ്റംബർ. അപ്പൊ അതായത് അതാത് വർഷം അതാത് സെഗ്മെന്റിൽ ആ വർഷത്തിൽ വന്ന എല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ആകും.
2017 തൊട്ട് തന്നെ നേരത്തെ ഉള്ള പോർട്ടലിൽ പഴയതൊന്നും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. ഇപ്പൊ എല്ലാ അഡ്വൈസറികളും GST തുടങ്ങിയ പീരീഡ് മുതലുള്ള അഡ്വൈസറീസ് നമുക്കിവിടെ ലഭ്യമാണ് ഈ ഒരു പോർട്ടലിൽ. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, അതുപോലെ വെബ് പോളിസിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ GST പോർട്ടലാണ് 3/5/2024 മുതൽ നമ്മളുടെ GSTN കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പോർട്ടൽ ലോഗിൻ പേജിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഹോം പേജിലാണ് വന്നിട്ടുള്ളത്. ലോഗിൻ പേജിൽ എല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ഹോം പേജിലാണ് ആ ഒരു മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമുക്ക് ഏറെ പ്രയോജനപ്രദമാണ്. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ഒരു അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മറ്റൊരു വാല്യുബിൾ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് GSTയുടെ എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു ചാനലിൽ ലഭ്യമാണ്. നന്ദി, നമസ്കാരം.